11 കിലോഗ്രാം കുറഞ്ഞു. ആരുടെയും ഫോട്ടോ ഐഡന്റിറ്റിയോ ഇട്ടിട്ടില്ല. 11 കിലോ കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. 11 കിലോഗ്രാം കുറഞ്ഞു. രാഹുൽ ഈശ്വറിന് പുതിയൊരു എന്താ പറയുന്നത് ഒരു സംരംഭം കൂടെ തുടങ്ങാൻ പറ്റും. ഒരു ജിമ്മ് തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ എന്തെങ്കിലും ഒരു യൂണിറ്റ് കണക്ക് തുടങ്ങാം. കാരണം 2-ാം തീയതി അറസ്റ്റായി, ഇന്നിപ്പോൾ 12-ാം തീയതി ആയി. 10 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 11 ദിവസം കൊണ്ട് അദ്ദേഹം 11 കിലോളം കുറഞ്ഞു എന്നാണ് പറയുന്നത്. 11 കിലോ, ഓരോ ദിവസം ഓരോ കിലോ വെച്ചിട്ട്. ഭക്ഷണം കഴിക്കാതെ കണ്ട 4 ദിവസം കണ്ട് ഇരുന്നിട്ടുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വെള്ളം കുടിച്ചിട്ടില്ല, ട്രിപ്പ് കയറ്റുന്നുണ്ടായിരുന്നു, അതിന് എനർജിയുള്ള ട്രിപ്പ് കയറ്റുന്നുണ്ടായിരുന്നു. 4 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ഏകദേശം 10 കിലോ കുറയാൻ പറ്റും. അത് കണക്കാണ്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇറങ്ങുമ്പോഴുള്ള വീഡിയോ. സെയിം അദ്ദേഹത്തിന് 1 കിലോ പോലും കുറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കുന്നത്. 11 കിലോ പറയാൻ നേരത്ത് നല്ല എഫക്റ്റ് ശരീരത്ത് കാണും. കാരണം വെയിറ്റ് ലോസ് ഞാനും ചെയ്തിട്ടുണ്ട്. 11 കിലോയൊക്കെ കുറയ്ക്കാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, സമൂഹങ്ങളിൽ ഇങ്ങനെ ആവശ്യമില്ല. അതായത് എനിക്കിപ്പോൾ ഇനി ഇറങ്ങാൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. സമൂഹത്തിൽ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ഒരു ഇത് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഇപ്പം നമുക്ക് ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഇപ്പം ഞാനും ദിലീപിൻ്റെ പക്ഷം നിന്ന് സംസാരിക്കുന്നതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാൻ പാടില്ല. പരാതി കൊടുക്കുന്ന ആളെ അധിക്ഷേപിക്കാൻ പാടില്ല. രാഹുൽ ഈശ്വർ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത് പരാതി കൊടുക്കുന്ന സ്ത്രീകളെ വളരെ മോശമായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുക, അവരുടെ പാസ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അറിയാത്ത പാസ്റ്റിനെ വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്ത് വിടുക. അതുമാത്രമല്ല, ആ സ്ത്രീയുടെ വീഡിയോസും പേരൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കള്ളത്തരമാണ് പറയുന്നത് അദ്ദേഹം. കാരണം ഇന്ന ആളുടെ കല്യാണ പാർട്ടിയിൽ ഇന്നാൾ പങ്കെടുത്ത പാർട്ടിയിൽ അങ്ങനെയൊക്കെ അദ്ദേഹം ഒരു ക്ലൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് ആരാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആ പേര് പറയാൻ പാടില്ല എന്ന് കോടതി പറയുന്നിടത്തോളം കാലം നമ്മൾ പറയാൻ പാടില്ല. അതിൽ അവർക്ക് രഹസ്യ സ്വഭാവം വേണമെന്നുള്ളത് വിചാരിച്ചുകൊണ്ടല്ലേ അദ്ദേഹം ചെയ്യുന്നത്. പക്ഷേ രാഹുൽ ഈശ്വർ എപ്പോഴും എന്താ പറയുന്നത്, കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവരെ അധിക്ഷേപിക്കുക. അവരുടെ വാദം നമുക്ക് വേണേൽ പൊളിക്കാം, നമ്മൾ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. പക്ഷേ അദ്ദേഹം അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നിരന്തരം കല്യാണം കഴിച്ചിട്ടുണ്ട്, അങ്ങനത്തെ വെറും ലോജിക്കിന് നിരക്കാത്ത വാദങ്ങൾ വെച്ചിട്ടായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയെങ്കിലും പുറത്തിറങ്ങാൻ നേരത്ത് മനസ്സിലാക്കുക, പുതിയൊരു ജിമ്മ് തുടങ്ങുക.